guys, finally screen recording is on. And guys, നിങ്ങൾക്ക് ഇനി മുതൽ ഇച്ചിരി ഡിഫറെന്റ് ആംഗിളിലായിരിക്കും ഗൈസ് വീഡിയോസ് ഒക്കെ ഉണ്ടാകുക. കാരണം ഗൈസ് ഞാൻ ഇച്ചിരി പുതിയ പുതിയ ഐഡിയാസ് കൊണ്ടൊക്കെ എന്റെ ഗെയിമിംഗ് സെറ്റപ്പിനെ നൈസ് ആക്കി എടുക്കുന്നുണ്ട് ഗൈസ്. ആൻഡ് ഗൈസ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാനത് ഡൗൺലോഡ് ആയി തോന്നുന്നു. സൗത്ത് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D അടിക്കുമ്പോ ഈ മൂന്നാമത് കാണുന്നതാണ് ഗൈസ്. എന്നിട്ട് അതിൽ ക്ലിക്ക് ചെയ്യാം. അതാണ് ഗൈസ് ആപ്പ് ഏകദേശം ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D പോലെ ഉണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഈ ഗൈസ് വരുന്നത്. 3 out of 3 ഒക്കെ ആക്കിയ റേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇതിൽ ചീറ്റ് കോഡ്സ് ഒന്നുമില്ലേ അബൌട്ട് ദിസ് ഗെയിം? വലിയ ഡ്രൈവിംഗ് ഗെയിം ഒക്കെയാണ്. റിലീസ്ഡ് ഓൺ ജൂലൈ 24, 2026. ഗൈസ് അപ്പോൾ നമുക്ക് പ്ലേ കൊടുക്കാം. ഗൈസ് ഇത് ഫസ്റ്റ് ടൈം ആണ് ഗൈസ് ഞാൻ ഇത് കളിക്കുന്നത്. കാര്യം എന്താന്ന് വെച്ചാൽ ഗൈസ് എന്റെ ചേച്ചിന്റെ സ്റ്റോറേജ് ഫുള്ളായിരുന്നു ഗൈസ് 2-3 ദിവസങ്ങൾക്ക് മുന്നേ. അപ്പൊ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D ഞങ്ങൾ ഡിലീറ്റ് ചെയ്തു ഗൈസ്. ആൻഡ് അപ്പൊ വേറെ വെറൈറ്റി എന്തെങ്കിലും ഉണ്ടോ ഡൗൺലോഡ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇത് ഡൗൺലോഡ് ചെയ്തു ഗൈസ്. പെർമിഷൻസ് ഗൈസ് വെയിറ്റ് എ മിനിറ്റ് ഗൈസ്. പിന്നെ സങ്കട വാർത്ത പറയാനിരിക്കായിരുന്നു ഗൈസ്. മറ്റേ ഇന്ത്യൻ ഞാൻ പറഞ്ഞില്ലേ ഗൈസ് ആ ഗെയിമിന് എന്ത് പറ്റും, ഇതൊരു പ്രോബ്ലം ഉണ്ട് ഗൈസ്. അപ്പൊ നമ്മള് നേരെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D അപ്ലോഡ് ചെയ്യാൻ ഓക്കെ ഗൈസ് ഡൗൺലോഡ് ആയി. പ്ലേ ചാലഞ്ച് എന്താണ് ഗൈസ് ഇപ്പൊ ഇങ്ങനെ വന്നത്? ഗൈസ് ഇതെന്താ ഗൈസ് ഇപ്പൊ പുതിയ രീതിയിൽ കാണിക്കുന്നു? ഒരു മനുഷ്യൻ എന്തെങ്കിലും ഒരു കാര്യം മര്യാദക്ക് ചെയ്യാൻ നേരത്ത് എന്തിനാണ് വെറുതെ ഇങ്ങനെ കേറി വരുന്നത്? ഈശ്വരാ. ആൻഡ് ഗൈസ് ഇപ്രാവശ്യം നമ്മൾ ആളിച്ചിനി മാറിയിട്ടുണ്ട് ഗൈസ്. നോക്കിപ്പോ ഇങ്ങനത്തെ ഒരു വേഷത്തിലാണ് വരുന്നത്. ഇതൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്, പക്ഷെ ഇപ്പോഴാണ് ഇത് ഇച്ചിരി പ്രത്യേകമായിട്ട് ഇങ്ങനെ അങ്ങനെ ഒക്കെ ഗൈസ് വരുന്നത്. ആൻഡ് ഗൈസ് റോഡ് ടു 200 പ്ലീസ് സബ്സ്ക്രൈബ് ഗൈസ്. ഗൈസ് ഇപ്രാവശ്യം നമ്മൾ ഓടി ആയിട്ടാണ് ഗൈസ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂപ്ര വെച്ചിട്ട് നോക്കിയപ്പോഴത്തേക്ക് കംപ്ലീറ്റ് ചെയ്യാനാവുമ്പോഴത്തേക്ക് സ്റ്റോറേജ് ഫുള്ളായത് കാരണം അത്ര വീഡിയോ കിട്ടിയല്ലോ എന്നിട്ട് അവസാനം ഞാൻ അതെടുത്ത് അപ്ലോഡ് ചെയ്തു ഗൈസ്. പക്ഷെ ഇപ്പൊ സ്റ്റോറേജ് ഒക്കെ ഓക്കെയാണ്. നമ്മൾ ഓടിക്കുട്ടൻ ഇത് കടക്കാൻ കഴിഞ്ഞില്ല. ആൻഡ് ഗൈസ് നല്ല സ്പീഡ് താഴത്തോട്ടിട്ട് സ്പീഡ് നല്ലോണം ഉണ്ട് ഗൈസ്. സോ ഗൈസ് നിങ്ങള് കണ്ട ഗൈസ് ഇതേപോലെ വീഴുമ്പോ ചിലപ്പോ നിങ്ങൾ ഇങ്ങനെ ആവാൻ സാധ്യതയുണ്ട്. മുമ്പ് ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ല ഗൈസ്. ഇപ്പൊ ലേറ്റസ്റ്റ് വെർഷൻസിലാണ് ഇങ്ങനെയുള്ളത്. 2025 മുമ്പുള്ള വെർഷനിലൊന്നും ഈ പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. നമ്മളിങ്ങനെ മുകളിൽ നിന്ന് താഴെ വീഴുമ്പോഴെല്ലാം സേഫ് ലാൻഡിങ് ആയിരിക്കും. എനിവേ നമ്മളുടെ പല്ലക്കിനെ വിളിക്കാം. 1 2 ഹലോ ഒരു ഇന്നോവ. പറഞ്ഞ് നാക്ക് വായിലോട്ട് എടുത്തില്ല, അതിനു മുന്നേ എത്തി. എന്നിട്ട് ഇതേപോലെ ക്ലാസി പീപ്പിൾസ് ക്ലാസി വണ്ടീസ്. I guess so. My mouse is better because because it is very easy to control, but the keyboard it's a little hard. അപ്പൊ അങ്ങനെ പോവാം. പോലീസ് സ്റ്റേഷനിലോ നമ്മളെ വീട്ടിലോ എന്തെങ്കിലും ഒരു വരാതിരിക്കില്ലല്ലോ.
ഇത് ഇന്നോവന്റെ ടോപ്പ് സ്പീഡ് ഇതാന്നൊക്കെ ചെക്ക് ചെയ്യാം. ഇതിന്റെ ടോപ്പ് സ്പീഡ് നമ്മൾ ചെക്ക് ചെയ്തില്ല തോന്നുന്നു. ആൻഡ് ഗൈസ് ബൈ ദ വേ ഈ ഗെയിമിൽ എല്ലാത്തിനും ഒരു ഇതാണ് ഗൈസ്, 250 വരെയാണ് ഫുൾ സ്പീഡ്. പക്ഷെ എല്ലാത്തിനും ആ ഒരു മൈലേജ് പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, അത് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഗൈസ് കാണ്, ഗൈസ് കാണ് ഗൈസ്, ഇത് ചിലപ്പോൾ റിയൽ ആയിരിക്കാം. കാരണം നിങ്ങളത് കാണണ്ടോ ഗൈസ്, ആ ഇമ്പാക്ട് നിങ്ങൾ കണ്ടോ? അത്ര സ്പീഡ് വന്ന് ഇടിച്ചിട്ട് അതിന്റെ നമ്മളെ കാറിന്റെ ഒരു ഡോർ പോലും പോയില്ല. പക്ഷെ ഞാൻ കാണിച്ചത് ഇതാ കണ്ട ഗൈസ്, അതിന്റെ അപ്പുറത്തുള്ള ഒരു ഡോർ പോയി ഗൈസ്. നമ്മൾക്കൊന്നും പറ്റില്ല. See, that's the durability and strength of the legend of the legend Innova Crysta. പോട്ടെ പോട്ടെ, അങ്ങനെ പോട്ടെ, അങ്ങനെ തന്നെ കമോൺ അങ്ങനെ പോട്ടെ. എന്റെ ഇപ്രാവശ്യം നമ്മൾ വേറെ ഒരു വെറൈറ്റി ചലഞ്ചും ചെയ്യാൻ പോവാണ്. അതായത് ഇതിനെ കൊണ്ട് ഇത് തിരിച്ചു കയറാൻ പറ്റുമോ, അതും കൂടി നമ്മൾ ഇന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നു. ബ്രേക്ക് കണ്ട ഗൈസ്, അടുത്തെത്താനായപ്പോഴത്തേക്കും ബ്രേക്കായി. ബ്രേക്ക് മീൻസ് ബ്രേക്ക് ഇട്ടു. ഓക്കെ, എന്നിട്ട് നേരെ സ്ട്രെയിറ്റ് ബാക്ക് അടിക്കാം. സ്ട്രെയിറ്റ് ബാക്ക് ആയില്ലെങ്കിൽ പോയി. ശരി, ബാക്ക് പോട്ടെ. മതി. ആൻഡ് ഗൈസ് the full top speed would come on. Guys, അതിരിക്കട്ടെ. ആ മെഗാറംബോ എനിക്ക് എന്തായാലും ഒരെണ്ണം ട്രൈ ചെയ്തല്ലേ, എല്ലാ മെഗാറംബോ വീടുകളിലെല്ലാം ട്രൈ ചെയ്യാം. എന്താണ് പറഞ്ഞ തിരിഞ്ഞു ഇത് അതേപോലെ ഒന്നല്ല, ജസ്റ്റ് ഇങ്ങനെ ഒരു ഇതേ ഉള്ളൂ. ഇങ്ങനെ പോവും. കണ്ട കാലിന്റെ അടുത്ത് ഒടുങ്ങിട്ട് ഇവനെന്തോന്നാണ് വണ്ടിക്കകത്തൂടെ നീന്തൽ ഓടിക്കുന്ന ഉന്ന തമ്പി സൂപ്പർഡാ. എന്തോ ഇത് നമ്മളുള്ള കാരണം വണ്ടി മാറുന്നില്ല. അപ്പൊ വണ്ടിന്റെ സ്ട്രെങ്ത് ആണോ നമ്മുടെ സ്ട്രെങ്ത് ആണോ എന്തോ എന്തിണ്ടെങ്കിലും ആയിക്കട്ടെ. ഇവനെന്തോന്നാണ് ഇത് ആരെയോ വയനൊക്കെ കൊണ്ടുപോകുന്നു. ഐഡിയ നമുക്കാണോ ശക്തി അത് ഇതിനാണോ ശക്തി എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് എന്റെ വേറെ ഒരു മാർക്കും കൂടി ഉണ്ട്. ഇതാന്ന് പറഞ്ഞുതരാം. അത് തന്നെ നമുക്ക് ഫോൺ എടുക്കാം. എന്നിട്ട് ഒരാൾ വിളിച്ചു പറയണം. ആളെ നമ്പറാണ് 912. നിങ്ങൾ ഈ നമ്പറിൽ ഇതാ ഇങ്ങനെ വിളിക്കുക. ഹലോ എന്ന് പറയുമ്പോ ഇങ്ങനെ ഇതാണോ, എന്നിട്ട് നേരെ അല്ല സോറി ഇവിടെ പോയിട്ട് എന്താണ് വന്നിരിക്കുന്നത്? I can't understand. What? 3D, 4D, 5D, 6D അങ്ങനെ. ഗൈസ് ഇപ്പൊ നല്ല സൗണ്ട് ഒക്കെ വരാൻ തുടങ്ങി. മുമ്പ് ആയിരുന്നെങ്കിൽ സൗണ്ടേ ഓക്കെ. ഇത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ജസ്റ്റ് ഈ ഗണ്ണ് കയ്യിൽ നിന്ന് മാറ്റണം. മുമ്പത്തെ എന്റെ വീഡിയോയിലെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഞാൻ മിസൈൽ ലോഞ്ചർ എല്ലാം എടുക്കുമ്പോ വേറെ രീതിയിലായിരുന്നു. ഫുൾ 3D ആയി ഗൈസ്. എന്താ പറയാ, കാലത്തിന്റെ ഒക്കെ പോക്കെ നെല്ലാണ് ഗൈസ്. ആൻഡ് നിങ്ങൾ ജസ്റ്റ് ഫോൺ എടുത്തിട്ട് ഇത് പ്രസ് ചെയ്തതിന് ശേഷം നിങ്ങളിത് ഒരേ സമയത്താണ് ഗൈസ് ചെയ്യേണ്ടത്. അതായത് നിങ്ങൾ ഇത് ആക്ടിവേറ്റ് കൊടുക്കുമ്പോൾ തന്നെ ആദ്യം കേറിയിട്ട് വേണം ആക്ടിവേറ്റ് കൊടുക്കാൻ.
ഓ സോറി വർക്കായില്ല. നിങ്ങൾ അതായത് ഇതിങ്ങനെ എടുക്കുക. അപ്പൊ ആക്ടിവേറ്റും ഇപ്പോൾ വർക്കാവുന്നില്ല. ഞാനൊരു കാര്യം ചെയ്യാം, ഇങ്ങനെ എടുക്കുക. ഗേസ് ഇപ്പൊ വർക്കാവുന്നില്ല. ഒരു പ്രത്യേക രീതിയാണ് ഗേസ്. എന്താ പറയാ, അങ്ങനെ ഇന്നോവയ്ക്ക് വിടാം. ഇന്നോവനെ ഞാൻ കൊന്നില്ല, പക്ഷെ അത് ചത്തുപോയി. അതിന്റെ വിഷമം എനിക്ക് പ്രതികരിക്കാൻ പറ്റാത്തതുകൊണ്ട് ജയ് ഇന്നോവ ക്രിസ്റ്റ, നന്ദി, നമസ്കാരം.